തിരക്കും കാരണം ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദാരുണ സംഭവത്തിന് ശേഷം ഞെട്ടലിലായിരുന്നു യാത്രക്കാരും ഭക്തരുമെല്ലാം. എന്നാൽ വരും ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തര റെയിൽവേ നിരവധി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രയാഗ്രാജിലേക്കുള്ള എല്ലാ പ്രത്യേക ട്രെയിനുകളും സാധ്യമാകുന്നിടത്തോളം പ്ലാറ്റ്ഫോം നമ്പർ 16 നിന്നും ഓടിക്കാൻ തീരുമാനിച്ചു. അതിനാൽ പ്രയാഗ്രാജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യാത്രക്കാരും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അജ്മേരി ഗേറ്റ് വഴി വരികയും പോകുകയും ചെയ്യണം. പതിവ് ട്രെയിനുകൾ സാധാരണ പോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സർവീസ് നടത്തുന്നത് തുടരും. ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം തിരക്ക് കൂടുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണിത്. ഇതുകൂടാതെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ RPF, GRP സേനകളുടെ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ യാത്രക്കാർക്ക് അവരുടെ ട്രെയിൻ പുറപ്പെടേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ മാർഗനിർദ്ദേശവും സഹായവും നൽകും. തിരക്കുള്ള സമയങ്ങളിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പുറമെ പ്രയാഗ്രാജിലേക്കുള്ള അധിക തിരക്ക് ഒഴിവാക്കുന്നതിന് ഉത്തര റെയിൽവേ വൈകുന്നേരം 7 മണി മുതൽ 3 മണി വരെ പ്രത്യേക ട്രെയിനുകളും ഓടിക്കും. പ്രയാഗ്രാജിലേക്കുള്ള പതിവ് ട്രെയിനുകൾക്ക് പുറമെ വൈകുന്നേരത്തെ തിരക്ക് കണക്കിലെടുത്തൊരു പ്രത്യേക ട്രെയിൻ കൂടി രാത്രി 9 മണിക്ക് പുറപ്പെടും. പ്രയാഗ്രാജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാരുടെ അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്ത് മഹാകുംഭമേളയ്ക്ക് പോകുന്ന ഭക്തർക്കായി ഇന്ത്യൻ റെയിൽവേ 5 പ്രത്യേക ട്രെയിനുകൾ കൂടി 17/2/2025 മുതൽ ഓടിക്കും. ഡൽഹി സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചതുപോലെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കിംവദന്തികൾ വിശ്വസിക്കരുതെന്ന് ഇന്ത്യൻ റെയിൽവേ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അഭ്യൂഹങ്ങൾ കേട്ട പ്ലാറ്റ്ഫോമുകൾ മാറരുതെന്നും ഔദ്യോഗിക അറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും എല്ലാ യാത്രക്കാരോടും റെയിൽവേ അഭ്യർത്ഥിച്ചു. ആസൂത്രിതമായി പ്രവർത്തിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ എല്ലാ യാത്രക്കാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യാത്രയ്ക്കായുള്ള പതിവ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്താൻ സോണൽ റെയിൽവേ അധികാരികളെ ഇത് വളരെ സഹായിക്കും. നിലവിലെ തിരക്കുള്ള സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ സഹായത്തിനും സംശയ നിവാരണത്തിനും റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 വഴിയുള്ള സേവനം തുടർന്നും ലഭിക്കും. ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥർ മരണമടഞ്ഞ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളുടെയും അവരുടെ വീടുകളിലേക്ക് അനുഗമിക്കുകയും മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. മരണമടഞ്ഞ 18 പേരുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ധനസഹായവും നൽകി. ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റ യാത്രക്കാർക്ക് 1 ലക്ഷം രൂപ വീതം 15 പേർക്കും അന്ന് തന്നെ സഹായം കൈമാറി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.